അഭിലാഷ് പിള്ളയുടെ ഒരു മിനിമം ഗ്യാരണ്ടി തിരക്കഥ ഇതിലുണ്ട്. അത് അടിപൊളിയാണ്. ധ്യാൻ, അജു വർഗീസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് അതെല്ലാവരും അത്യാവശ്യം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. നല്ല പടം, ഒരു മലയാളത്തിൽ വന്ന ഒരു ഡീസൻറ്റ് ത്രില്ലർ പടം തന്നെയാണ്. അങ്ങനെ അഭിലാഷ് പിള്ള തിരക്കഥ എഴുതി വിഷ്ണു വിനയ് സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, അർജുൻ അശോകൻ, അപർണ ദാസ്, അജു വർഗീസ് തുടങ്ങിയ നീണ്ട താരനിൽ നിൽക്കുന്ന ആനന്ദ് ശ്രീബാല എന്ന റിലീസാണ്. സിനിമയോടൊന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. അടിപൊളി സിനിമ, ഒരു പക്ക ഒരു ത്രില്ലർ മൂവിയാണ്. നല്ല സിനിമ, അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല മൂവിയാണ്. ധ്യാൻ അടിപൊളിയാണ്. ധ്യാൻ, അജു വർഗീസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. റിയൽ സ്റ്റോറിയാണ്, റിയൽ ഇൻസിഡൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്യുന്നുണ്ട്. പക്ക നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് തന്നെ സിനിമ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ മൂവി കൊള്ളാം. നല്ല സിനിമ ത്രില്ലർ ടൈപ്പ് തന്നെയാണ്. അഭിലാഷ് പിള്ളയുടെ ഒരു മിനിമം ഗ്യാരണ്ടി തിരക്കഥ ഇതിലുണ്ട്. അത് കാണാനുണ്ട്. കുഴപ്പമില്ല. പുള്ളി ധ്യാൻ കുറച്ച് റോളുണ്ട്. വല്ലാറ്റില്ല എങ്കിലും കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവി തന്നെയാണ്. കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്നത്. അതുപോലെ തന്നെ വിനയൻ സാറിൻ്റെ മകനാണല്ലോ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കഴിവത്ര ആ പടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡെബ്യൂ ആണെന്ന് തോന്നത്തില്ല. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്തൊരു വർക്കായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എനിക്ക് കൂടുതൽ ക്യാച്ചി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ അഭിലാഷ് പിള്ളേൻ്റെ സ്ക്രിപ്റ്റാണ്. അത് അത്യാവശ്യം കുറച്ച് ഇതായിട്ട് പോകുന്നുണ്ട്. നമ്മൾ കണ്ടുമെടുത്ത സ്റ്റോറി ലൈനാണ്, പക്ഷേ എടുത്തിരിക്കുന്ന രീതി ഒരു പ്രത്യേകമാണ്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് അതെല്ലാവരും അത്യാവശ്യം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ അതുപോലെ അർജുൻ അശോകൻ്റെ കുറച്ച് ഗ്യാപ്പിന് ശേഷം പുള്ളിക്കാരൻ്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി സംവിധാനം ചെയ്ത ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പല വേരിയേഷൻസ് ഉണ്ട് ഇതിൽ. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട അമ്മ മകൻ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ഇതിൽ മറ്റേ സംഗീത മാമാണ് കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്ന് അത് നമുക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റും ബാക്കി കാര്യങ്ങളും. അതുപോലെ രഞ്ജൻ രാജിൻ്റെ മ്യൂസിക് കൊള്ളാം. എല്ലാം ടോട്ടലി ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പറ്റിയുള്ള എല്ലാ ചേരുവകൾ ചേർത്ത് ഒരു നല്ലൊരു പടമാണ്. പക്ഷേ നല്ല പടം, ഒരു മലയാളത്തിൽ വന്ന ഒരു ഡീസൻറ്റ് ത്രില്ലർ പടം തന്നെയാണ്. അത്യാവശ്യം ട്വിസ്റ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം കാണാൻ പറ്റും. നല്ലൊരു ബോറിംഗ് അല്ല, എൻഗേജിങ് ആണ്. അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള നല്ല പടം തന്നെയാണ്. നല്ലൊരു പോലീസ് കഥാപാത്രമായിട്ട് വന്നിട്ട്, പക്ഷേ നല്ല രീതിയിൽ ഒരു ചേഞ്ചുള്ള ഒരു കഥാപാത്രമാണ്. നല്ല മെച്ചൂർഡായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു എൻഗേജ്. നമ്മളിത് കേട്ടിട്ടില്ലെങ്കിൽ ക്ലൈമാക്സിലെ ട്വിസ്റ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എൻഗേജിങ് ആയിരുന്നു. രഞ്ജൻ രാജിൻ്റെ മ്യൂസിക് അതിന് ഒരു വലിയ പ്ലസ് ആയിരുന്നു. കാരണം ആ ത്രില്ല് നമ്മൾക്ക് ഉള്ളിലോട്ട് കടത്താൻ വേണ്ടി അത്യാവശ്യം കൊള്ളാവുന്നൊരു മ്യൂസിക് തന്നെയായിരുന്നു. കൊള്ളാം, നല്ല സിനിമ. വലിയ ആഴ്ചയില്ല, കണ്ടിരിക്കാം. നല്ല പെർഫോമൻസ് ആണ്. കൊള്ളാം.